Hello friends, Assalamu alaikum. Come on with me. Welcome back to Rimsha's Dreams World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ആ ഒരു അടിപൊളി പാൽപ്പേടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ തവണ വീഡിയോ ഇടുമ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തികച്ചെടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂണ് കുറച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് അവസാനം ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇനി ആ ഒരു നെയ്യിലേക്ക് നമ്മൾ 1/2 കപ്പ് നിറയെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും ചേർത്തതിന് ശേഷം രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മൈദയുടെ പച്ച കുത്തലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ആ മൈദയുടെ പച്ച കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവാൻ വേണ്ടിയിട്ട് നേരത്തെ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു, അത് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടെ നല്ല പോലെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ ഒരു സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം. 1/2 കപ്പിൻ്റെ 1/4 ഭാഗം ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായ കൂടെ എടുത്തിട്ടുണ്ട്. അത് പൊടിച്ച് വരുമ്പോൾ 1/2 കപ്പ് തികച്ചുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ആ ഒരു മിക്സ് നല്ല പോലെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നെയ്യ് ചിലപ്പോൾ മുകളിലും അടിയിൽ മൈദപ്പൊടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഏലക്കായുടെയും പഞ്ചസാരയുടെ മിക്സ് കുറച്ചിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം അത് വെച്ചിട്ടായിരുന്നു മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിട്ടോ. ഇനി അതിലേക്ക് അവസാനമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്, എങ്കിൽ കൂടെ ഉള്ളവർ നിർബന്ധമായിട്ട് ചേർക്കട്ടോ. നിർബന്ധമായിട്ട് ചേർക്കുക. കാരണം ഇത് ചേർക്കുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്നും കൂടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിന് ഉപയോഗിക്കുന്ന മോൾഡിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്വയർ മോൾഡ് വേറെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ നല്ല പോലെ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളൂ. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുപ്പില്ലാത്ത പാത്രം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ലെമൺ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അടുപ്പുള്ള പാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളിതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. കട്ടിയാവാനൊന്നല്ല, ജസ്റ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലെമൺ ഷീറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അത് ഒരു 5 മിനിറ്റ് പുറത്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക, പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കയറി നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.